ഒരു രസകരമായ റിപ്പോർട്ടിലേക്കാണ്. ഒരു സ്ഥലപ്പേര് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടല്ലോ. ഇപ്പൊ മാഞ്ഞാലിയെ കുറിച്ചൊക്കെ ചിലർ ചോദിക്കും. മാഞ്ഞാലി, അലി മാഞ്ഞു പോയ സ്ഥലം. അതായത് ടിപ്പുവിന്റെ പടയോട്ടത്തിൽ അവിടെ കോട്ടയുണ്ടായിരുന്നു. അപ്പോൾ അലി പെട്ടെന്ന് തന്നെ ഈ തുരങ്കം വഴി പുഴയിലൂടെ കടന്ന് രക്ഷപ്പെട്ടു. ആ തുരങ്കമൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ അലി മാഞ്ഞു പോയ സ്ഥലത്തിന് മാഞ്ഞാലി. രസമുണ്ട് അല്ലേ? അതിന്റെ ചരിത്ര വസ്തുതകൾ, അതിന്റെ യാഥാർത്ഥ്യമൊക്കെ നമുക്കറിയില്ലെങ്കിലും ആ രസകരമായ ഒരു കാര്യം, അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉത്തരം കിട്ടാത്ത 5 ചോദ്യങ്ങൾ അവ പിന്നീട് വാമൊഴിയായി മാറി. വാമൊഴികൾ ചേർന്നപ്പോൾ ഒരു നാടിന്റെ പേരായി. കൊല്ലത്തെ അഞ്ചലാണ് ആ നാട്. 5 ചൊല്ലുകളുടെ നാടായ അഞ്ചലിലൂടെ നമുക്കൊന്ന് ചുറ്റി വരാം. ഒരു മുത്തശ്ശിക്കഥ കേൾക്കുമ്പോൾ നമുക്ക് എന്തു തോന്നും? അതിൽ കൗതുകമുണ്ടാകും, ആകാംക്ഷയുണ്ടാകും, ഏറെ രസകരമായിരിക്കും. ഇതേപോലാണ് ചില നാടുകളുടെ പേരുകളുടെ പിന്നിലെ കഥകൾ കേൾക്കുമ്പോഴും. അങ്ങനെ വ്യത്യസ്തമായ പേരുള്ള ഒരു നാടാണ് കൊല്ലത്തെ അഞ്ചൽ. 5 ചൊല്ലുകൾ ലോപിച്ച് സ്ഥലനാമമുണ്ടായ നാട്. മുത്തശ്ശി കഥകൾ അവസാനിച്ചാലും ചോദ്യങ്ങൾ ബാക്കിയാകും. ഉത്തരങ്ങൾ എത്ര ആലോചിച്ചാലും കിട്ടിയെന്ന് വരില്ല. എന്നാലും കഥകൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കും. അഞ്ചലിലെ 5 ചോദ്യങ്ങളും ഇങ്ങനെ തന്നെ വാമൊഴിയായി തലമുറകളിലൂടെ കൈമാറപ്പെടുകയാണ്. അഞ്ചലിനു പിന്നിലെ ആ ചൊല്ലുകൾ ഇങ്ങനെയാണ്. അഞ്ചൽ കുളം, കുളമോ ചിറയോ എന്നതാണ് ആദ്യ ചൊല്ല്. അഞ്ചൽ കുളത്തിന്റെ ആകൃതി പൂർണ്ണമായും കുളത്തിന്റെയോ ചിറയുടേതോ അല്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ചോദ്യം ഉത്തരം കിട്ടാതെ ഇന്നും തുടരുന്നു. ആദ്യ ചൊല്ലു പോലെ തന്നെ കൗതുകകരമാണ് രണ്ടാമത്തെ ചൊല്ലും. ഏറം വയലിൽ തേവർ വയലിലോ അതോ കരയിലോ? വയലിൽ തേവർ ക്ഷേത്രം പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത് കരയിലാണോ വയലിലാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് സംശയിക്കേണ്ടി വരും. ക്ഷേത്രം വയലിലുമല്ല കരയിലുമല്ല. കുറുമക്കാട് ഇല്ലം, ഇല്ലമോ സ്വരൂപമോ എന്നതാണ് ഉത്തരം കിട്ടാത്ത അടുത്ത ചൊല്ല്. ഇല്ലമോ സ്വരൂപമോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥ. വടമൺ കാഞ്ഞിരം മധുരിക്കുമോ അതോ കൈക്കുമോ എന്നാണ് ഉത്തരം കിട്ടാത്ത നാലാമത്തെ ചൊല്ല്. 5 ചൊല്ലുകളുടെ നാടാണ് അഞ്ചൽ എന്ന് പറയുന്നത്. ഐതിഹ്യങ്ങൾ അന്തിയുറങ്ങുന്ന ഒരു കൊച്ചു കാർഷിക ഗ്രാമം. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര ഗ്രാമമാണ്. അപ്പം കൊല്ലത്തിൻ്റെ ഒരു സാമീപ്യം, കിഴക്കൻ മേഖല തമിഴ്നാടിൻ്റെ ഒരു സാമീപ്യം വരുന്ന അഞ്ചൽ. അഞ്ചലിൻ്റെ പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കാലാകാലങ്ങളായി തലമുറകൾ കൈമാറിയ ഒരു കഥയാണ്. 5 ചൊല്ലുകളുടെ നാടാണ് അഞ്ചൽ എന്ന് പറയുന്നത്. 5ാമത്തെ ചൊല്ലാണ് ഏറ്റവും രസം. അഗസ്ത്യക്കോട് മുനി ആണോ പെണ്ണോ എന്നതാണ് ആ ചോദ്യം. വ്യാഖ്യാനങ്ങൾ ഏറെയുണ്ട് ഇതിന്. അഗസ്ത്യക്കോട് ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ അഗസ്ത്യമുനിയുടെ പാദപുസ്തകത്തിൽ ധന്യമാക്കപ്പെടുന്നതാണ് അഗസ്ത്യക്കോട് എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത്. 5 ചൊല്ലിൻ്റെ ഒരു നാട്, അതിലൊരു ഒന്നാണ് അഗസ്ത്യക്കോട് മുനി ആണോ പെണ്ണെന്നൊരു തർക്കം നിലനിൽക്കുന്നത്. അപ്പോൾ അഗസ്ത്യക്കോട് മുനി ആണാണോ പെണ്ണാണോ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ പുള്ളിയുടെ ഒരു പ്രതിഷ്ഠ അവിടെ ഉണ്ട്. ശിവക്ഷേത്രത്തിൻ്റെ ശിവന്റെ പ്രതിഷ്ഠയുടെ തൊട്ട് അരികിലായിട്ട് കമന്ന് കിടക്കുന്നതായിട്ട് രൂപമുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടാത്ത 5 ചൊല്ലുകൾ ചേർന്നപ്പോൾ അഞ്ചൽ അഞ്ചലായി മാറിയെന്നാണ് ആ കഥ. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അഞ്ചലിലെ 5 ചൊല്ലുകളും ഉത്തരം കിട്ടാതെ അങ്ങനെ കൈമാറുകയാണ്. ഒപ്പം ഇവയ്ക്ക് പിന്നിലെ കൗതുകവും. ശ്രീകാന്ത് മണ്ണാടിക്കുളത്തിനൊപ്പം അരുൺ രാജ്, 24 കൊല്ലം. അപ്പോൾ അതാണ് അഞ്ചലിന്റെ